ജിതിക കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിതിക, ഞങ്ങളിപ്പോൾ സംസാരിക്കുകയായിരുന്നു, ഒരുപാട് മനുഷ്യർക്ക് ലോൺ, അവരുടെ ജീവനോപാധികൾ പലതും നഷ്ടപ്പെട്ടു, അവർക്കൊക്കെ തിരിച്ചു കൊടുക്കണം. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ നിയാസിനൊരു ജീപ്പ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനമായി, ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാൻ തീരുമാനമായി, വീട് വെച്ച് കൊടുക്കാൻ തീരുമാനമായി, കട വെച്ച് കൊടുക്കാൻ തീരുമാനമായി വിഷ്ണുവിന്. അങ്ങനെ കുറച്ചധികം പേര്. പക്ഷെ നമ്മൾ എത്ര അങ്ങോട്ട് പെറുക്കിയെടുത്താലും തീരുന്നില്ല, എണ്ണം ഇങ്ങനെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇവരുടെ ജീവനോപാധികളൊക്കെ നമ്മളെല്ലാവരും ചേർന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ ജിതിക, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഈ കേരള ബാങ്കിൻ്റെ ഒരു മാതൃക മറ്റു ബാങ്കുകളും പിന്തുടരേണ്ടതല്ലേ? അത് ഈ ലോൺ ബാധ്യതയുള്ളവരുടെ എഴുതിത്തള്ളുക, മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, ഇവരുടെ ഉപജീവന മാർഗം, അതിജീവനത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ ഉപജീവനത്തിന് വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തണം. ജിതികയുടെ ഒരു അഭിപ്രായം എന്താണ്? ജിതിക ഇവരെയൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം ഞാൻ എല്ലാവരോടും നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ അവിടുന്ന് രക്ഷാപ്രവർത്തകർ മുതൽ ഈ നിമിഷം വരെ എല്ലാവരും നമ്മളോട് കൂടെ തന്നെ ഉണ്ട്, സപ്പോർട്ടായിട്ട്. ഗവൺമെൻറ് ആയാലും സന്നദ്ധ സംഘടനകളായാലും നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവരുടെ ജോലികൾ മാറ്റിവെച്ചിട്ടടക്കം അവർ കെയർ ചെയ്യുന്നുണ്ട്. ഫുഡ് തരുന്നവരായാലും ക്ലീൻ ചെയ്യുന്നവരായാലും ഡോക്ടേഴ്സ് ആയാലും അങ്ങനെ, അതായത് ബോഡി തരാനായാലും എല്ലാവരും എല്ലാ ജോലിയും മാറ്റിവെച്ച് നമ്മളുടെ ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്ന് നമ്മളുടെ എല്ലാ സഹായത്തിനും അവർ കൂടെ നിൽക്കുന്നുണ്ട്. ഈ നിമിഷം വരെ എല്ലാ സഹായങ്ങളും അത് ആരൊക്കെയാണെന്ന് ഇതുവരെ അറിയില്ല. പക്ഷെ പല മുഖങ്ങളും കാണുന്നു. ഓരോ ദിവസവും ക്യാമ്പിൽ ഓരോരുത്തരാണ് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. ക്ലീനിങ്ങിലായാലും പല ആൾക്കാരാണ്. ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല. ചിലപ്പം വേറെ ടീം വന്ന് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഇടാനുള്ള വസ്ത്രം, അങ്ങനെ എല്ലാം നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങളെല്ലാം നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതാരൊക്കെയാണോ അവർക്കൊക്കെ ആദ്യം ഞാൻ നന്ദി പറയുകയാണ് ഈ നിമിഷം. ജിതിക, ഞാൻ ചോദിച്ചത്, നമ്മുടെ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഈ ഉപജീവന മാർഗത്തിന് കുറേ സഹായം ഇനി ആവശ്യമായി വരില്ലേ? അതേപോലെ ബാങ്കുകളിൽ എടുത്തിരിക്കുന്ന ലോൺ, അതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് ആകാംക്ഷയും ഉത്കണ്ഠയൊക്കെ ഉണ്ടോ? ഉണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു, ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ മീഡിയയിൽ വന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് കുറച്ചൊരു ഒരു വിഷമത്തിൽ നിന്നൊക്കെ കുറച്ച് എന്തോ ഒരു ദൈവം മറവി വന്ന പോലെ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ആ നിമിഷം തന്നെ, ഒരുപാട് ലോൺ എടുത്ത് വീട് വെച്ചവരുണ്ട്, ഒരുപാട് ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങിയവരുണ്ട്, അങ്ങനെ പിന്നെ കൂലിപ്പണി എടുക്കുന്നവരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യണം ഇനി മുന്നോട്ട്? അവിടെ ആ മേഖല എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ഏത് തോട്ടം തൊഴിലാളി ആയാലും കൂലിപ്പണിക്കാരനായാലും എന്നും ജോലിയുള്ള ഒരു സ്ഥലമായിരുന്നു. അവർ വേറൊരു സ്ഥലത്തേക്ക് പോയാൽ അവർക്ക് ജോലി ലഭിക്കുമോ എന്നുള്ള വേവലാതിയൊക്കെ അവർക്ക് നന്നായിട്ട്. ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെടുത്ത എല്ലാ ലോണുകളും 55 ലക്ഷം രൂപയെങ്ങാണ്ട് മൊത്തം എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ 55 ലക്ഷം രൂപയും എഴുതിത്തള്ളാൻ തീരുമാനിച്ചു എന്ന വിവരം അവരെ അറിയിച്ചുള്ളൂ. കേരള ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ലോണുകളും എഴുതിത്തള്ളും. ഗ്രാമീണ ബാങ്കുമായി ബന്ധപ്പെട്ടും സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ അതിൻ്റെ അധികാരികൾ ബോർഡ് കൂടി മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നവർ പറഞ്ഞ് ആശ്വസിപ്പിക്കൂ. തീർച്ചയായിട്ടും ആ ബാങ്കുകൾ മൊറട്ടോറിയം പ്രഖ്യാപിക്കും. ചില ലോണുകളെങ്കിലും അർഹതയുടെ അടിസ്ഥാനത്തിൽ എഴുതിത്തള്ളും. തീർച്ചയായിട്ടും പറഞ്ഞോളൂ ജില്ല. എൻ്റെ ഒരു കാര്യം കൂടി പറയാം. എനിക്കും ലോണുണ്ട്. എനിക്കവിടെ 4 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ അവിടെ വാടകയ്ക്കാണ് താമസിച്ചിട്ടുണ്ടായത്. അതായത് എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കും അവിടെ 4 സെൻറ്റ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പൂവണിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടും. എനിക്ക് ഗ്രാമീൺ ബാങ്കിൽ ലോണുണ്ട്.
തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അധികാരികളുമായിട്ടൊന്ന് സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലോൺ ഉള്ളത് ഗ്രാമീൺ ബാങ്കിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ ബാങ്കിന് തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. നമ്മളടക്കം ആ ഗ്രാമീൺ ബാങ്കിനെ ബന്ധപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അനുകൂല നിലപാട് നമുക്ക് പ്രതീക്ഷിക്കാം ജിതിക. കാരണം ഇനി നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പണം ഈടാക്കാനാണ്? അത് തീർച്ചയായിട്ടും അത് ബാങ്ക് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ജിതികയുടെ കാര്യം മാത്രമല്ല, കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ഒക്കെ പണമെടുത്ത മനുഷ്യരുണ്ടെങ്കിൽ എന്റെ കാര്യം മാത്രമല്ല, തീർച്ചയായിട്ടും നമുക്കത് പരിഗണിക്കാം. താങ്ക് യു ജിതിക. ജിതേഷ്, ഭുവനചന്ദ്രൻ, നിസാർ ഒപ്പം നമുക്കൊപ്പം ചേർന്നതിന് ഇവരുടെയൊക്കെ പ്രതീക്ഷകളാണ്. ഈ ബാങ്കിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് അനുകൂലമായ നിലപാട് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആശ്വാസത്തോണി അയക്കണം. അതിൽ ബാങ്കുകൾക്ക് വളരെ വലിയ സ്ഥാനവുമുണ്ട്.